ഒരു ദൈവദാസനെ പിടിച്ചു നിർത്തി ഒരുമാതിരി മുഷ്കൊള്ള നരാധമന്മാര്, പ്രാകൃതന്മാർ, പൈശാചികത്വമുള്ളവൻ അദ്ദേഹത്തെ കൊണ്ട് ചാണകം തീറ്റിച്ചത് അദ്ദേഹം ക്രിമിനലായതുകൊണ്ടല്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം അവിടെയും ഇവിടെയെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. ഇവിടെ തല്ലി തകർക്കപ്പെട്ടവരും കത്തിച്ച് ചാമ്പലാക്കപ്പെട്ടവരും കഴുത്തുറക്കപ്പെട്ടവരും ക്രൂശിക്കപ്പെട്ട ക്രൈസ്തവ സമരസേനാനികൾ ആരും ക്രിമിനൽസ് അല്ല. ഗ്രഹാം സയൻസിന്റെ കുഞ്ഞുങ്ങളെയും കത്തിച്ചു കളഞ്ഞത് നാട്ടിൽ വഹിക്കാൻ കഴിയാഞ്ഞത് കൊണ്ടല്ല. പൗലോസ് കാരാഗൃഹത്തിൽ പോയത്, പത്രോസിനെ തുറങ്കൽ അടച്ചത്, തലകീഴായി ക്രൂശിച്ചത്, പൗലോസിന്റെ തലവെട്ടി മാറ്റിയത്, ബർന്നബാസിനെ നരാധമന്മാർ ശരീരത്തിന്റെ തോലുരിച്ചു മാറ്റിയത് ക്രിമിനൽസ് ആയതുകൊണ്ടല്ല. പാപമില്ലാത്ത യേശുവിനെ പ്രസംഗിച്ചിടുന്ന ഉപദേശം കൊണ്ട് ചാണകം തീറ്റിക്കുന്ന ഈ രാജ്യത്തിന് വരാൻ പോകുന്ന ഗതികേടെന്തോന്ന് പഠിച്ചോണം. മനസ്സിലായോ? പാപം ചെയ്യാത്ത യേശുവിനെ ആരാധിക്കാൻ കൂടുന്ന ദൈവമക്കൾക്കെതിരെ ഉപരോധമുണ്ടാക്കുന്ന ഇവിടുത്തെ വ്യവസ്ഥിതികൾക്ക് ഈ രാജ്യം വില കൊടുത്തേ പറ്റുള്ളൂ. കുഷ്ഠരോഗികളെ കഴുകി വെടിപ്പാക്കി അവർക്ക് വാരിക്കൊടുത്ത് അവരുടെ മുറിവുകളെ കഴുകാൻ വന്ന് ഒരു ദൈവദാസനെ 2 പിഞ്ചോമനകളെ കത്തിച്ച് ചാമ്പലാക്കി വിട്ട് ഈ രാജ്യം വില കൊടുത്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? യേശു പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത ഒരു യേശുവാണ് ഞങ്ങളുടെ ആരാധ്യൻ. പാപം ചെയ്യാത്ത യേശുവാണ് ഞങ്ങളുടെ റോൾ മോഡൽ. പാപം ചെയ്യാത്ത യേശുവാണ് ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ആരാധ്യൻ, ഞങ്ങളുടെ രക്ഷകൻ. അവന് തുല്യം പറയാൻ വേറൊരാളില്ല. ഹല്ലേലൂയ! യേശുവെന്ന അവകാശം, യേശുവെന്ന ആവേശം സായിപ്പുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ല, ഡോളറും റിയാലും ദുർഗവും കൊണ്ടല്ല ബന്ധമല്ല. യേശുവിനോടുള്ള ഞങ്ങളുടെ ആവേശം 1, അവനിൽ പാപമില്ല. 2, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. ആ യേശുവാണ് ഞങ്ങളുടെ എല്ലാം. ഞങ്ങളുടെ ആശ, ഞങ്ങളുടെ ആവേശം, ഞങ്ങളുടെ പ്രതീക്ഷ, ഞങ്ങളുടെ പ്രത്യാശ. ഈ പാപം ചെയ്യാത്തവന് ബോധ്യമായവരെ കരമടിച്ചു കർത്താവിനെ സ്തുതിക്ക്. യേശു പാപമില്ലാത്തവൻ, യേശു പാപം ചെയ്യാത്തവൻ. Hallelujah! Thank you, Jesus. കേൾക്കണോ? ഇനി മൂന്നാമതൊരു വാക്യം തരാം. അപ്പം 1 യോഹന്നാൻ 3:5 മറക്കരുത്. 1 പത്രോസ് 2:22 മറക്കരുത്. 2 കൊരിന്ത്യർ മൂന്നാമത്തെ വാക്യം 2 കൊരിന്ത്യർ 5:21 മറക്കല്ലേ. 2 കൊരിന്ത്യർ 5:21 എല്ലാം കൂടെ വായിപ്പിക്കാൻ നിന്ന നേരെ ഒത്തിരി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. വായിക്കാൻ പറ്റിയ മിടുക്കുകൾ ഇവിടെ ഉണ്ടെന്നറിയാം, മിടുക്കന്മാർ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങ് പറഞ്ഞു വിടുന്നത് വാക്യം നിങ്ങളൊന്ന് കുറിച്ചെടുത്ത് പഠിക്കണം. 2 കൊരിന്ത്യർ 5:21 അവൻ പാപം അറിഞ്ഞിട്ടില്ല. യേശു പാപം. എന്നിട്ട് അടുത്തൊരു പ്രയോഗമാണ് നമ്മുടെ കരളലിയിക്കുന്നത്, നമ്മുടെ നെഞ്ചകം വിങ്ങുന്നത്. അടുത്ത പ്രയോഗമാണ് എന്താണെന്നറിയാമോ? അവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. നാം ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, ദൈവത്തിൻ്റെ നീതി നമ്മുടെ മേൽ വരേണ്ടതിന് നമുക്ക് വേണ്ടി യേശുവിനെ എന്ന് പറയുമ്പോൾ ആരെയാ? പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത യേശുവിനെ നമുക്ക് വേണ്ടി പാപമാക്കുകയായിരുന്നു. അതിൽ യേശുവിനോട് സമർപ്പണമുള്ള പ്രിയപ്പെട്ടവർക്ക് സ്തുതിക്കാൻ പറ്റത്തുള്ളൂ. യേശു അനുഭവിച്ച വേദനകൾ പാപിയായതുകൊണ്ടല്ല, ഗെത്സമനയിൽ പിടിക്കപ്പെട്ടത് പാപിയായതുകൊണ്ടല്ല, കാൽവരിയിൽ തറയ്ക്കപ്പെട്ടത് പാപിയായതുകൊണ്ടല്ല, കുരിശ് ചുമക്കേണ്ടി വന്നത് പാപിയായതുകൊണ്ടല്ല. ഹല്ലേലൂയ! സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ത്യയോട് ഞാനൊരു കാര്യം പറയാം. ഇവിടെ നിന്ന് പറഞ്ഞാൽ എത്രമാത്രം അത് പോകുമെന്ന് എനിക്കറിയില്ല. അറിയേണ്ട ഒരു ചിന്ത ഞാൻ പറയാം. യേശു പാപിയായതുകൊണ്ടല്ല ഗെത്സമനയിൽ പിടിക്കപ്പെട്ടത്. യേശു പാപിയായതുകൊണ്ടല്ല കവിളത്തടി കൊള്ളേണ്ടി വന്നത്. യേശു പാപിയായതുകൊണ്ടല്ല മുഖത്ത് തുപ്പലേൽക്കേണ്ടി വന്നത്. യേശു പാപിയായതുകൊണ്ടല്ല പുറമടിച്ചുടപജാല് പോലെ കയറേണ്ടി വന്നത്. യേശു പാപിയായതുകൊണ്ടല്ല 3 ആണികളിന്മേൽ തറയ്ക്കപ്പെടേണ്ടി വന്നത്. ഇതൊന്നും പാപിയായതുകൊണ്ടല്ല, പാപികളായ നമുക്ക് വേണ്ടിയാണ്. ആ പാപിയായതുകൊണ്ടല്ല ഇത് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതിന് സമാനമായി വേറെ ചില വാചകങ്ങൾ ഞാൻ പറയാം. ഇവിടെ രക്തസാക്ഷികളാകേണ്ടി വന്ന ദൈവദാസന്മാർ പാപികളായതുകൊണ്ടോ ക്രിമിനലായതുകൊണ്ടോ അല്ല. മനസ്സിലായോ?
ഇവിടെ പീഡിപ്പിക്കപ്പെടേണ്ടി വന്ന വിശുദ്ധ സ്ത്രീകൾ ഒത്തിരി പേരുണ്ട്. അവർ പാപികളും ക്രിമിനലുമായതുകൊണ്ടല്ല. ഒരു ദൈവദാസനെ പിടിച്ചു നിർത്തി ഒരുമാതിരി മുഷ്കൊള്ള നരാധമന്മാര്, പ്രാകൃതന്മാർ, പൈശാചികത്വമുള്ളവൻ അദ്ദേഹത്തെ കൊണ്ട് ചാണകം തീറ്റിച്ചത് അദ്ദേഹം ക്രിമിനലായതുകൊണ്ടല്ല. പാപിയല്ലാത്ത, പാപം ചെയ്യാത്ത, പാപം അറിയാത്ത യേശുവിന് ഇത്ര വലിയ ക്രൂരകൃത്യം ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് യേശുവിന് വേണ്ടി അനുഭവിച്ച വ്യഥകൾ അവരാരും ക്രിമിനൽസ് ആയിരുന്നില്ല. പൗലോസ് കാരാഗൃഹത്തിൽ പോയത്, പത്രോസിനെ തുറങ്കൽ അടച്ചത്, തലകീഴായി ക്രൂശിച്ചത്, പൗലോസിന്റെ തലവെട്ടി മാറ്റിയത്, ബർന്നബാസിനെ നരാധമന്മാർ ശരീരത്തിന്റെ തോലുരിച്ചു മാറ്റിയത് ക്രിമിനൽസ് ആയതുകൊണ്ടല്ല. ഗ്രഹാം സയൻസിന്റെ കുഞ്ഞുങ്ങളെയും കത്തിച്ചു കളഞ്ഞത് നാട്ടിൽ വഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടല്ല. നാടിന് വഹിക്കാൻ കഴിയാത്ത പലരും ഇവിടെ നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ടറിയാമോ? ഓരോ ഡിപ്പാർട്ട്മെന്റിനും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം അവിടെയും ഇവിടെ എല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട്. ഇവിടെ തല്ലി തകർക്കപ്പെട്ടവരും കത്തിച്ച് ചാമ്പലാക്കപ്പെട്ടവരും കഴുത്തുറക്കപ്പെട്ടവരും ക്രൂശിക്കപ്പെട്ട ക്രൈസ്തവ സമരസേനാനികൾ ആരും ക്രിമിനൽസ് അല്ല. അതിന്റെ കാരണം എന്റെ യേശുവിൽ പാപമില്ല, എന്റെ യേശു പാപം ചെയ്തിട്ടില്ല, എന്റെ യേശു പാപം അറിഞ്ഞിട്ടില്ല. ഈ 3 വാക്യങ്ങൾ മറക്കാതെ സൂക്ഷിച്ചോണേ. ഈ 3 വാക്യങ്ങളിൽ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ വിശുദ്ധമാക്കിക്കോണം. പാസ്റ്റർ കണ്ണുരുട്ടുമെന്നുള്ളത് കൊണ്ട്, മമ്മി അറിയുമെന്നുള്ളത് കൊണ്ട്, പപ്പ അറിയുമെന്നുള്ളത് കൊണ്ട്, ഭർത്താവ് അറിയും, ഭാര്യ അറിയും, മാതാപിതാക്കൾ അറിയുമെന്നുള്ളത് കൊണ്ടൊന്നുമല്ല വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. എൻ്റെ യേശുവിൽ പാപമില്ലായിരുന്നു. ആ യേശു വസിക്കേണ്ട ശരീരമാണ് എൻ്റെ ശരീരം. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പാപം ചെയ്യാതെ, പാപവുമായി ഇടപഴകാതെ മുൻപോട്ട് പോകണമെന്നുള്ള, പാപത്തോട് ചെറുത്തു നിൽക്കുവാൻ പ്രാണത്യാഗത്തോളം ഞാൻ എതിർത്ത് നിന്നേ പറ്റുള്ളൂ എന്ന വീണ്ടും വിചാരത്തിൽ ജീവിപ്പാൻ കഴിയണം. എത്ര പേർക്ക് സ്വതന്ത്രം പറയാൻ പറ്റും? അതിന് ഹല്ലേലൂയ. യേശുവിൻ്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട് 1-2 വാക്യങ്ങളോട് ഞാൻ പറയട്ടെ. 3 വാക്യങ്ങളോട് പറയാം. ആ 3 വാക്യങ്ങളിൽ ഒന്നാമത്തേത്, യേശുവിനെ ഒറ്റുകൊടുത്ത് 30 വെള്ളിക്കാശ് സമ്പാദിച്ച യൂദ എന്ന് പറയുന്ന ഇസ്കരിയോത്താവ യൂദ, നാശയോഗ്യനായി മാറിയവൻ. ഒരൊറ്റ വരി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടില്ല. ഒരൊറ്റ വരി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒറ്റ വരി സുവിശേഷം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ നിങ്ങൾക്ക്? മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് 28 അധ്യായമാണ്. മർക്കോസ് എഴുതിയതിന് 16 അധ്യായമാണ്. ലൂക്കോസ് എഴുതിയതിന് എത്ര അധ്യായം? അങ്ങനെ ചോദ്യം പ്രതീക്ഷിച്ചില്ലല്ലേ. മത്തായി എഴുതിയ സുവിശേഷ ഗ്രന്ഥത്തിന് 28 അധ്യായം, മർക്കോസ് എഴുതിയതിന് 16 അധ്യായം, ലൂക്കോസ് എഴുതിയതിന് 24 അധ്യായം, യോഹന്നാൻ എഴുതിയതിന് 21 അധ്യായമുണ്ട്. പക്ഷേ യൂദ ഇവിടെ പറയുന്ന സുവിശേഷത്തിന് ഒറ്റ വരിയേ ഉള്ളൂ. ആ ഒറ്റ വരി സുവിശേഷം 27:4. മത്തായി 27:4, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അതിനകത്തുണ്ട് യേശുവിൻ്റെ എല്ലാ ധാർമ്മികതയും, യേശുവിൻ്റെ നിഷ്പാപത്വം ആ വാക്യത്തിനകത്തുണ്ട്. ഞാൻ ഏത് രക്തത്തെ കാണിച്ചു കൊടുത്തെന്ന്? കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. സ്തോത്രം. ഇനി യേശുവിനെ കുറിച്ച് പീലാത്തോസിൻ്റെ ഭാര്യ പറയുന്ന ഒരു ഒറ്റവരി സുവിശേഷമുണ്ട്. പീലാത്തോസിൻ്റെ ഭാര്യ ബോധമുള്ളൊരു സ്ത്രീയായിരുന്നു. മനസ്സിലായോ? ഒന്നീ ഭാര്യയ്ക്ക് ബോധം വേണം, അല്ലേ ഭർത്താവിന് ബോധം വേണം. രണ്ടുപേർക്കും കൂടെ ബോധമില്ലാതായാൽ ആ ദാമ്പത്യം ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടുപേർക്കും കൂടെ തുല്യബോധം ഉണ്ടായാലും അപകടമാണ്. മനസ്സിലായി? ബോധവും കൂടെ കൂട്ടിയാൽ ഭയങ്കര പ്രശ്നമാകും. ബോധമില്ലായ്മയും കൂടെ കൂട്ടിമുട്ടിയാലും പ്രശ്നമാകും. അതുകൊണ്ട് ഉത്തമ ദാമ്പത്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ബോധം വേണ്ട, ഒരാൾക്ക് എന്തോ വേണം? അതായിരിക്കും നല്ലത്. ഹാമാന് ബോധമില്ല, ഹാമാൻ്റെ ഭാര്യയ്ക്ക് എന്തുണ്ട്? ബോധമുണ്ട്. അതുകൊണ്ട് അവൾ പറയുന്നത്, നിന്റെ ഈ ശത്രു എന്ന് പറയുന്ന അവൻ യഹൂദനാണ്, നീ എന്തോ ചെയ്യത്തില്ല, ജയിക്കത്തില്ല. അതുപോലല്ലേ സംഭവിച്ചത്. മനസ്സിലായോ? ഇയ്യോബിന് ബോധമുണ്ട്, ഇയ്യോബ് എന്ന ഭർത്താവിന് ബോധമുണ്ട്, ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഇല്ല. അതുകൊണ്ട് അയ്യോ പറയുന്നത്, നീ ഒരു പോട്ടിയെ പോലെ സംസാരിക്കുന്ന എന്ത്? മനസ്സിലായോ? അപ്പോൾ ബോധമുള്ള ഭർത്താവ് ബോധം ഇല്ല. നാബാലിന് ബോധമേ ഇല്ല. നാബാലിൻ്റെ ഭാര്യ അബീഗയിലിന് എന്തോ ഉണ്ട്? എൻ്റെ ഭർത്താവിൻ്റെ പേര് സാറിന് അറിയാമല്ലോ, നാബാലെന്നല്ലേ. അതിൻ്റെ അർത്ഥം എന്തോന്നും സാറിന് അറിയാമല്ലോ, ഞാൻ പരിചയപ്പെടുത്തേണ്ട. ഭോഷനെന്നല്ലേ അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്നൊന്ന് എനിക്ക് നന്നായിട്ടറിയാം. അണ്ണനാണോ ബോധം അതോ എനിക്കാണോ ബോധം? അവക്കാണോ ബോധം എനിക്കാണോ? ആ ചിന്തയിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. മടങ്ങി വാ, എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വാ. ഓക്കെ, അവിടെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകിൽ ഭാര്യയ്ക്ക് ബോധം, അല്ലെങ്കിൽ ഭർത്താവ്. ഈ പീലാത്തോസ് എടുത്തിയാട്ടക്കാരനാണ്. പെട്ടെന്ന് എന്തെങ്കിലും വിധിപ്രസ്താവം നടത്തും. അങ്ങനെ അബദ്ധം വരാൻ പാടില്ലാതിരിക്കേണ്ടതിന് പുള്ളിക്കാരി ആള് വിട്ട് അവൻ്റെ ചേംബറിലേക്ക് ആള് വിട്ട് പറയുക, ആ നീതിമാന്റെ രക്തത്തിൽ എന്തോ ചെയ്യരുത്. പങ്കാളിയായി ഭയങ്കര ബോധം അവർക്ക്, സാമാന്യ ബോധമുണ്ട്.
മനസ്സിലായി, ബൗദ്ധിക ജ്ഞാനമുണ്ട്. ചേംബറിലേക്ക് കയറി ചെല്ലുന്നൊന്നുമില്ല. സൗകര്യന്മാർ, വനിതാ അസോസിയേഷൻ എല്ലാം ചിന്തിച്ചോണം. അത്യാവശ്യം ഉന്നത സ്ഥാനീയനാണ്, പുള്ളിയൊന്നും ആ ഉന്നത സ്ഥാനത്തായിരിക്കുന്നത്. അവിടോട്ട് പുള്ളിക്കാർ നേരെ കയറി ചെല്ലുന്നു. പാസ്റ്റർ ഒന്ന് മാറിക്കുക, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞു. പാസ്റ്റർമാരെ പിടിച്ച് മാറ്റിയിട്ട് വഴി ഉണ്ടാക്കി അങ്ങോട്ട് കയറി ചെല്ലുന്നൊന്നുമില്ല. ഒരു യോഗ്യനായ പുള്ളിയെ വിളിച്ച് പറഞ്ഞു അച്ഛനോട് എന്ന് പറയണം, ആ നീതിമാൻ്റെ രക്തത്തിൽ എന്തോ ചെയ്യരുത്. ഭാര്യ പറഞ്ഞത് അദ്ദേഹം അനുസരിച്ചു. കാരണം പുള്ളിക്കാരിക്ക് അറിയാം അവൾ പറഞ്ഞാൽ അതായിരിക്കും ശരി, കൃത്യമായിട്ട്. ഈ അമ്മമ്മമാർ പറയുന്നൊന്നും വെറുതെ തള്ളിക്കളയല്ലേ, അതിനെ അതിൻ്റെ പരുവത്തിൽ അങ്ങനെ ഏറ്റെടുക്കണം. ചിലപ്പം അവരുടെ പറച്ചിലാണ് ശരിയായൊരു, നീ നിൻ്റെ പണി നോക്കി, എനിക്കറിയാം എങ്ങനെ ചെയ്യണം, അങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് ചെയ്തെല്ലാം കേൾക്കാൻ പാടായല്ലോ അല്ലേ. ഇനിയെങ്കിലും പുള്ളിക്കാരി പറയുന്ന കേൾക്ക്, എന്നിട്ട് അതതിൻ്റെ വഴിക്ക് ചെയ്യുമ്പോൾ കാര്യങ്ങൾ നേരെയാവും. മനസ്സിലായല്ലോ? ഓക്കെ, സ്വോത്രം. ഞങ്ങളുടെ കാര്യം ഈ പുള്ളി എങ്ങനെ അറിഞ്ഞെന്നാ ചിലരെന്നെ ഇങ്ങനെ നോക്കുന്നു. സ്വോത്രം. പൗലോസ് പറയുന്നു, എനിക്കും ആത്മാവുണ്ടെന്ന് തോന്നുന്നു. ദൂതാണതൊക്കെ, ഏറ്റെടുത്തോണം. ഓക്കെ, മടങ്ങി വന്നേ. സ്തോത്രം. പീലാത്തോസിന്റെ ഭാര്യ പറയുന്നു, ആ നീതിമാന്റെ രക്തത്തിൽ എന്തോ ചെയ്യരുത്, പങ്കാളിയാകല്ലേ. അതെവിടെ വാക്യം? 27:19 മത്തായി 27:19. യേശുവിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന മൂല്യത്തെക്കുറിച്ച്, ജീവിത ബോധത്തെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യമാ നീതിമാനാണ് യേശു. ഇനിയും മത്തായി 27:54 വാക്യം നോക്കിക്കേ. ശതാധിപൻ യേശുവിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ സാക്ഷാൽ ആരായിരുന്നു? ദൈവപുത്രനായിരുന്നു. 54 വാക്യം. ഇങ്ങനെ ഒത്തിരി ഉണ്ട്. അതിലും മികച്ച ഒരു സാക്ഷ്യം ഞാൻ പറയട്ടെ. നിയമത്തിൻ്റെ അവസാന വാക്കായ പീലാത്തോസ് ഭാര്യയുടെ നിർദ്ദേശം കൊണ്ടാകുക. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട്, യോഹന്നാൻ 19:4. യോഹന്നാൻ 19:4 പറയുന്നു, ഞാനിവരിലൊരു കുറ്റവും കാണുന്നില്ല. സ്തോത്രം. ഇതെല്ലാമാണ് എൻ്റെ യേശുവിൻ്റെ മനുഷ്യത്വം. എത്ര പേര് സ്തോത്രം പറയും? ഇനി നിങ്ങൾ എഴുതിയ ഈ വാക്യങ്ങൾക്കെല്ലാം കൂടെ അടിവരയിട്ടിട്ട്, മനസ്സിലായോ, 4+4=8 എന്ന് പറയുന്ന പോലെ നിങ്ങൾ എഴുതിയ വാക്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് കൂട്ടിയാൽ കിട്ടുന്ന ഒരു സങ്കലനം, അല്ലെങ്കിൽ ഗുണിച്ചാൽ കിട്ടുന്നൊരു ഗുണനഫലം, ഹരിച്ചാൽ കിട്ടുന്നൊരു ഹരണഫലം ഞാൻ തരാം. അത് യോഹന്നാൻ 8:46. യേശു തന്നെ തൻ്റെ നിഷ്പാപാവസ്ഥയ്ക്ക് സാക്ഷ്യം പറയുന്ന ഗംഭീരമായൊരു വാക്യം. ആ വാക്യം എന്താണെന്നറിയാമോ? നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. പാപമില്ലാത്തവനാണ് താൻ എന്നുള്ള കാര്യം യേശു തന്നെ പറയുന്നു. ഇന്ന് വരെ ആരും അത് നിഷേധിച്ചിട്ടില്ല. യേശു പാപമില്ലാത്തവനാ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശുവിനെ നോക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ധാർമ്മിക ബോധം, ഈ നിഷ്പാപാവസ്ഥ. യേശു കുറ്റമില്ലാത്തവന്, യേശു ദോഷമില്ലാത്തവന്, നീതിമാനാ. ഹല്ലേലൂയ. പാപിയല്ല, പാപമില്ല, പാപം അറിയില്ല, പാപം ചെയ്യാത്തവനാണ്. ആ യേശുവുമായിട്ട് എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ ഞാൻ ബന്ധിപ്പിക്കാൻ പോകുന്നെന്ന് ഉറപ്പുള്ളവരെ കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ആരും നമ്മുടെ മേലൊരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത വിധം, ആരും നമ്മളെ ആക്ഷേപിക്കാനോ അപഹസിക്കാനോ കഴിയാത്ത വിധം ആത്മീക ജീവിതത്തെ നേരാമണ്ണ് വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, സ്നേഹത്തോടെ. കേട്ടേ ഒരു വാചകം, ടു ബി മോർ ലൈക്ക് ജീസസ്. യേശുവെ പോലെ. ടു ബി മോർ ലൈക്ക് ജീസസ്. നമ്മെ കാണുന്നവരാരെ കാണണം? യേശുവിനെ കാണണം. യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണണോ? കാണണം. ദേ പോന്ന അച്ഛനെ കണ്ടോ, അണ്ണനെ കണ്ടോ? അതാ ഞങ്ങളുടെ നാട്ടിലെ യേശു. യേശുവിനെ കാണണോ? കാണണം. ദേ പോന്ന ആൻറ്റിയെ കണ്ടോ? ആൻറ്റിയാ ഞങ്ങളുടെ നാട്ടിലെ യേശു എന്ന് നമ്മളെ നോക്കി പറയാനൊരവസരം. സ്തോത്രം. അതിന് നമ്മൾ നടന്നു പോകുന്നുണ്ട്. പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ബറബാസിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണിച്ചു തരാം. പോന്ന അച്ഛനെ കണ്ടോ? അതാ ഞങ്ങളുടെ നാട്ടിലെ ബറബാസ് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്ന അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഇസബേലിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വായിച്ചിട്ടുള്ളതേ ഉള്ളൂ. കാണുന്നുണ്ടോ? പിന്നെ പോന്ന ചുരിദാർ കണ്ടോ? അതാണ് ഞങ്ങളുടെ നാട്ടിലെ ഇസബേൽ എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ എന്ന് ആലോചിച്ച്. എത്ര കൺവെൻഷൻ കൂടി, എത്ര സഭായവും കൂടി, എല്ലാം കണ്ടു. പക്ഷെ ഇന്ന് നമ്മിലെ ഇസബേലിയ തരം പോയിട്ടില്ല. മനസ്സിലായില്ലേ? നമ്മിലുള്ളതായിരിക്കുന്ന പ്രാകൃതത്വം. ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ടല്ലോ ഈ കൺവെൻഷന്, ദൈവമക്കൾ ഒത്തിരി പേരുണ്ടല്ലോ. ഞാനൊരു വാക്യം നിങ്ങളോട് പറയട്ടെ. ഞാൻ വായിച്ച് പഠിച്ചപ്പോൾ ബോധം കെട്ടുപോയി. വേദോസം വായിച്ച് ഞാൻ മാത്രം എന്തിനു ബോധം കണ്ടു? നമുക്ക് ഒരുമിച്ച് ബോധം കിടാം. അങ്ങനെ ഒരു വാക്യം അത്. യോഹന്നാൻ 1 കൊരിന്ത്യർ 15:46. 1 കൊരിന്ത്യർ 15:46. ഒന്നാമത് പ്രാകൃതം, പിന്നത്തേതിൽ ആത്മീകം. ആത്മീകമല്ല ഒന്നാമത്, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. പിന്നത്തേതിൽ എന്തോ വരുന്നു? ഏറ്റവും വലിയ ആത്മീകൻ എന്ന് പറയുന്ന പുള്ളിയിലും എന്തോ ഉണ്ടെന്നാ പറയുക. പ്രാകൃത മനുഷ്യൻ ഒന്നാമത് നിൽക്കുന്നുണ്ട്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന പ്രാകൃതനെ പിടിച്ച് പുറകോട്ടാക്കിയിട്ട് ആത്മീകനെ മുൻപോട്ട് കൊണ്ടുവരാൻ കഴിയണം. അതാണ് കൺവെൻഷൻ കൊണ്ട് സാധ്യമാകേണ്ടത്.
തല്ലാനും തകർക്കാനും ചവിട്ടി പൊളിക്കാനും ചീത്ത പറയാനും കമ്മിറ്റി കൂടുമ്പോൾ ഇരിക്കാൻ കൊടുത്ത കസേര എടുത്ത് തല്ലാൻ നിൽക്കുന്നതൊക്കെ ആത്മീകനല്ല, പ്രാകൃതനാണ്, പ്രാകൃതൻ. പാട്ടിൻ്റെ താളം ഉയരുമ്പോൾ അന്യഭാഷയുണ്ട്, കൈത്താളമുണ്ട്, എല്ലാ ഇടപാടുമുണ്ട്. വേണ്ടി വന്നാൽ ഇടയ്ക്കോട്ടിറങ്ങി ടവല് വീശി നിന്നുകൊണ്ട് ശുശ്രൂഷയൊക്കെ ചെയ്യും. പക്ഷേ ഒന്ന് മൂട്ടി നോക്കണം താനി രൂപം അറിയാൻ. ആത്മീകൻ പുറകോട്ട് മാറി പ്രാകൃതൻ കയറി വരും. ഇന്ന് രാത്രി ഓർത്തോണേ, യേശുവിൽ ആത്മീകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ടു ബി മോർ ലൈക്ക് ജീസസ്, ടു ബി മോർ ലൈക്ക് ജീസസ്. അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തുകിട്ടുന്ന ഇടത്തും അടച്ച മുറിയിലും വിജനമായ വഴിത്താരകളിലും ആരും അറിയാത്ത ഇടങ്ങളിലെത്തുമ്പോഴും വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സകല സംഗതികളും നമ്മൾ പ്രാകൃതനെ വെളിപ്പെടുത്തരുത്. ആത്മീയനായി തന്നെ നിലയുറപ്പിക്കാൻ കഴിയണം. ബോധ്യമായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവേ പോലെ. മാനസാന്തരത്തെക്കുറിച്ച് 2 ദിവസം സുദീർഘമായി കേട്ടവരോട് യേശുവിനെ ഞാൻ അവതരിപ്പിക്കുന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ജീവിതം നയിക്കണമെങ്കിൽ യേശുവെ പോലെ ആയിക്കോണം. ടു ബി മോർ ലൈക്ക് ജീസസ്. മനസ്സിലായോ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു കഥ പറഞ്ഞു നിർത്താം. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഓ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കോട്ടയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വേണ്ടെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ എനിക്ക് തിരുവനന്തപുരവുമായിട്ടൊരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്. ഓക്കെ. തിരക്ക് പിടിച്ച റെയിൽവേ സ്റ്റേഷൻ, നിരവധി ട്രെയിനുകൾ വരുന്നു, പല പ്ലാറ്റ്ഫോമുകൾ. ഒത്തിരി ആളുകൾ ഇറങ്ങുന്നു, ഒത്തിരി ആളുകൾ കയറുന്നു. യാത്ര ചെയ്ത് വന്നവരെ സ്വീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ, യാത്ര പോകുന്നവർക്ക് യാത്ര മംഗളങ്ങൾ നേർന്ന് അവരെ യാത്ര അയക്കാൻ ഒരു കൂട്ടം ആളുകൾ. ഇങ്ങനെ ഭയങ്കര തിരക്കാണ് റെയിൽവേ സ്റ്റേഷൻ. ഈ ജനത്തിരക്കിനുള്ളിലൂടെ ഓറഞ്ച് വിറ്റ് നടക്കുന്നൊരു മനുഷ്യൻ, ഓറഞ്ച് 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 എന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്നാൽ ആ കച്ചവടത്തിൻ്റെ രീതി, കഴുത്തിൽ കെട്ടി ഉറപ്പിച്ചൊരു വലിയ കൂട്, അതിനകത്ത് തൊടുതൊടുത്ത ഓറഞ്ച് പഴങ്ങൾ. അപകടത്തിൽപ്പെട്ട് 2 കൈയും നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്. ഇതെടുക്കാനും പിടിക്കാനൊന്നും ആവില്ല. ആരുടെയോ സഹായം കൊണ്ട് കഴുത്തിൽ ഇത് കെട്ടിവെച്ച കൂടെ നിറഞ്ഞ ഓറഞ്ചുമായി അദ്ദേഹം ഇങ്ങനെ നടക്കുക പ്ലാറ്റ്ഫോമിലൂടെ. ആവശ്യമുള്ളവർക്ക് ഓറഞ്ച് എണ്ണി എടുക്കാം. അദ്ദേഹം പറയുന്ന പൈസ അതിനകത്ത് ഇട്ടാൽ മതി, കൂടയിൽ തന്നെ ഇട്ടാൽ മതി. ഇങ്ങനെ ഓറഞ്ചുമായിട്ട് അദ്ദേഹം ആ തിരക്കുള്ള പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ ആരോ അശ്രദ്ധമായി വന്ന് അദ്ദേഹത്തെ തട്ടി മറിഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്ക് വീണു. കൈ രണ്ടുമില്ലാത്തതുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റിയില്ല. പുറത്തോട്ട് വീണു. അദ്ദേഹം ആ പ്ലാറ്റ്ഫോമിൽ വീണു. ഭാഗ്യത്തിന് അങ്ങ് ട്രാക്കിലേക്ക് പോയില്ല. ഓറഞ്ചെല്ലാം കൂടെ ഉരുണ്ട് അതുവഴി ഇതുവഴി ഒഴുകി. ആളുകൾ ചവിട്ടി പൊട്ടിച്ചു. ചിലതൊക്കെ ഉരുണ്ട ട്രാക്കിലേക്ക് പോയി. കൂടെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചളുങ്ങിപ്പോയി. നാണയങ്ങളും നോട്ടുകളുമെല്ലാം പ്ലാറ്റ്ഫോം വഴി അങ്ങ് പറക്കുകയാണ്. ആളുകളിങ്ങനെ വട്ടം കൂടി. കൈയില്ലാത്ത മനുഷ്യൻ ഓറഞ്ച് കൂടയിൽ കുരുങ്ങിപ്പോയിട്ട് എഴുന്നേക്കാൻ നിർവാഹമില്ലാതെ പുഴുപോലെ കിടന്ന് പുളയ്ക്കുകയാണ്. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഈ കാഴ്ച കണ്ട് അത് എയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, വീഡിയോ എടുക്കുകയാണ്. ആളുകൾ അല്പം സമയം കൊണ്ട് വട്ടം അങ്ങ് കൂടി. ഈ കൊണ്ടു നിർത്തിയ ട്രെയിൻ പോകാറായി. അതിൽ പോകേണ്ടതിന് വേണ്ടി വന്ന ഒരു മനുഷ്യൻ ഈ ആൾക്കൂട്ടം കണ്ട് എന്താണെന്നറിയാൻ എത്തി നോക്കി. ആളുകളെ വകഞ്ഞു മാറ്റി അകത്തോട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടന്ന് ചുരുണ്ട് പൊളയുന്നു. അദ്ദേഹം ഓടി അങ്ങോട്ട്, യാത്ര മറന്നുപോയ മനുഷ്യൻ തൻ്റെ ബ്രീഫ് കേസ് അവിടെ വെച്ചിട്ട് ഓടി അദ്ദേഹത്തെ ചെന്നിട്ട് പൊക്കിയെടുത്തു. കഴുത്തിൽ കുരുങ്ങി കൂടെ അഴിച്ചെടുത്തു. അദ്ദേഹത്തെ പിടിച്ച് അവിടെ സിമെൻറ്റ് ബെഞ്ചിലേക്ക് ഇരുത്തിയിട്ട് കൂടെ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് അദ്ദേഹം ഈ ഓറഞ്ചുകൾ ബാക്കി കിടന്നെല്ലാം അതിനകത്തൊട്ടിട്ടു. നാണയവും നോട്ടുമെല്ലാം അദ്ദേഹം അതിനകത്തേക്ക് എടുത്തിട്ടു. എന്നിട്ട് വീണ്ടും അദ്ദേഹം പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ അരികിൽ വന്നിട്ട് കഴുത്തിൽ ഈ കൂടെ പതിയെ കെട്ടിവെച്ച് കവളിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, സാരമില്ല, ചിലതൊക്കെ ട്രാക്കിലേക്ക് പോയതിനെ എടുക്കാൻ പറ്റില്ല, ചിലതൊക്കെ ആളുകൾ ചവിട്ടി പൊട്ടിച്ചു, ഇതിന് വലിയ പരിക്കില്ലാത്തതൊക്കെ ഞാൻ ഇതിനകത്താക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഓറഞ്ചുകൾക്കെല്ലാം കൂടി ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് പേഴ്സ് തുറന്ന് കുറേ നോട്ടുകൾ, എത്രയൊന്നും നോക്കിയില്ല, അതെടുത്ത കൂടയ്ക്കകത്തിട്ടു. ഈ മനുഷ്യന് സ്വപ്നം കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അന്തം വിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവളി തൊട്ടിട്ട് പറഞ്ഞു, ഒന്ന് ചിരിക്കണോ, തനിക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല, ഇത്രയല്ലേ പോയി, കുറെ ഓറഞ്ചല്ലേ പോയുള്ളൂ, സാരമില്ല, പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളതാ കുഞ്ഞെ, സാരമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ട്രെയിൻ മുമ്പോട്ട് മൂവായി. ഇദ്ദേഹം ബ്രീഫ് കേസ് ചാടി എടുത്തിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ ട്രെയിൻ പോകുന്നു, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു ഓടി അങ്ങോട്ട് പോയി. ഈ മനുഷ്യന് കൈ രണ്ടും ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പിടിച്ചവിടെ നിർത്തിയേനെ. കൈയില്ലാത്ത മനുഷ്യൻ വളരെ ദയനീയതയോടെ ചോദിച്ചു, സാർ പ്ലീസ് നിങ്ങളുടെ പേരൊന്ന് പറയൂ, എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോവുക സാർ, ഇനി എപ്പോൾ കാണാൻ പറ്റും? അദ്ദേഹം കൈ ഇങ്ങനെ വീശിയിട്ട് ഒന്നും പറയാതെ ട്രെയിനിലേക്ക് ചാടി പിടിച്ചു. വാതിക്കന്ന് ഇങ്ങനെ എത്തി നോക്കി. അപ്പോഴീ ഓറഞ്ച് കച്ചവടക്കാരൻ ചാടി എഴുന്നേറ്റ് കൂടെ നെഞ്ചിലിങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പെരുവരലെ എത്തിക്കുത്തി നിന്ന് ചോദിച്ചു, സർ പ്ലീസ് നിങ്ങളുടെ പേരൊന്ന് പറയൂ. പല പ്രാവശ്യം ചോദിച്ചു. ബോഗി ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മറയുക.
ഇനി അദ്ദേഹത്തെ കാണാൻ കിട്ടത്തില്ലെന്നുള്ളത് കൊണ്ട് സർവശക്തിയും കണ്ട നാളത്തിലേക്ക് ആവാഹിച്ചിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, സർ നിങ്ങളുടെ പേരൊന്ന് പറയൂ. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കൈ ഇങ്ങനെ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ബോഗി അങ്ങോട്ട് മറയാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് അലറിക്കോവി നിറ കണ്ണുകളോട് ചോദിച്ചൊരു ചോദ്യം, സർ ആർ യു ജീസസ്? സർ നിങ്ങളാണോ യേശു? പല പ്രാവശ്യം ആരാന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഒടുവിൽ ഇദ്ദേഹം സംശയം തീർക്കുക, സാർ നിങ്ങളാണോ യേശു? നമ്മൾ യേശുവാകുന്ന എപ്പോഴാണെന്നറിയാമോ? അവരുടെ ദുഃഖത്തോട് പങ്കുചേരുമ്പോഴാണ്, അവരോട് നമ്മൾ ഏകീഭവിക്കുമ്പോഴാണ്, വീണ് കിടക്കുന്നവനെ സഹായിക്കുമ്പോഴാണ്, യേശുവിൻ്റെ സഹനത്യാഗങ്ങൾ, സ്നേഹമന്ത്രണങ്ങൾ യേശുവിന് പകരമായി നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ്. ആരെയും അവഗണിക്കരുത്. ജാതി നോക്കി, മതം നോക്കി, കുലം നോക്കി, കുടുംബം നോക്കി, വർണ്ണം നോക്കി, നിറം നോക്കി ഒന്നും നമ്മൾ നിൽക്കരുത്. യേശുവിൻ്റെ സ്നേഹം അവരന് കൊടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത ക്രിസ്തുവിനെ പോലെയാകാൻ നമുക്ക് ഈ കൺവെൻഷനോട് കഴിയണം. അതിന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കരം വീശി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഹൃദയംഗമായി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നമ്മുടെ കർത്താവിനെ പോലെയാകണം. അപ്പോൾ മനുഷ്യത്വത്തിൻ്റെ തിളക്കമാണ് യേശുവെ പോലെയാകണം നമ്മൾ. യേശു കേട്ടെ പദങ്ങൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോണം, നിങ്ങളതിനെ വിഷയമാക്കിക്കോണം. യേശുവെ പോലെയാകണം, യേശുവിനോട് കൂടെയാകണം, യേശുവെ പോലെയാകണം, യേശുവിന് വേണ്ടിയാകണം, യേശുവിന് പകരമാകണം, ഒടുവിൽ യേശുവിൽ ആകണം. അങ്ങനെ ക്രിസ്തുവും നാമം തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഔന്നത്യം നിലനിർത്തണം. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് ഒറ്റ ചിന്ത കൂടെ പറഞ്ഞ് നിർത്താം. എൻ്റെ സന്ദേശം നിർത്താം. എനിക്ക് അനുവദിച്ച സമയം തീരുകയാണ്. കേട്ടെ, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം വാക്യങ്ങൾ മാത്രം പറയാൻ വിശദീകരിക്കുന്നില്ല. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവാണ് ദൈവം. ദൈവങ്ങളുടെ കൂട്ടത്തിലുള്ള ദൈവമല്ല, ഏക സത്യദൈവം യേശുവാണ്. സ്തോത്രം. I am that I am. എനിക്ക് മുൻപൊരുത്തനുമില്ല, എനിക്ക് ശേഷവും ഒരുത്തനുമില്ല. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ഞാൻ ആകുന്നവനെന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? പഴയ നിയമ തിരുവെഴുത്തുകൾ ഉടനീളം നിങ്ങൾ കണ്ട ഒരുവനല്ലേ, അത് ഞാൻ ആകുന്നു. ഹല്ലേലൂയ. യഹോവേ ഞാനാകുന്നു, യഹോശുവ ഞാനാകുന്നു. അതൊക്കെയാണ് ഏകരക്ഷകൻ, ഏക കർത്താവ്, ഏക ദൈവം, ഏക മധ്യസ്ഥൻ, ഏക ആരാധ്യൻ, ഏക നായകൻ, ഏക യോഗ്യൻ, ഏക പരിശുദ്ധൻ, അത് ഞാനാകുന്നു. I am that I am. മോശ കേട്ട ആ I am that I am ഇല്ലേ, അത് ഞാനാകുന്നു. സ്തോത്രം. നീ ദൈവപുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ യേശു നീട്ടിപ്പരത്തി മറുപടി പറയുന്നതിന് പകരം പറഞ്ഞത് ഞാൻ ആകുന്നു. സ്തോത്രം. ഞാൻ ആകുന്നു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അന്നായിരുന്നു. I am that I am. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് യേശുവിൻ്റെ ചോദ്യം. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ തിരയുന്നു. യേശുവിൻ്റെ മറുപടി I am that I am. ഞാൻ ആകുന്നു. അത് നിങ്ങൾ തിരയുന്ന യേശു ഞാൻ ആകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ യേശു ആരെന്നറിയാമോ? ഏകസത്യ ദൈവമാണ്. ആ ദൈവത്വത്തിൻ്റെ മഹത്വം ഞാനൊന്ന് പറയാം. റോമാലേഖനം 9-5 വാക്യം. എവിടെ പ്രസംഗിക്കാൻ, മരണ വീട്ടിലോ വിരുന്ന് വീട്ടിലോ പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ റോമാലേഖനം 9:5 ഞാൻ എൻ്റെ പ്രസംഗം പൂർത്തിയാക്കത്തില്ല. റോമർ 9:5 ദൈവമക്കളുടെ എല്ലാം പ്രാർത്ഥനയിൽ മുഴങ്ങേണ്ടൊരു വാക്യമാണ്. റോമർ 9:5 കുഞ്ഞുങ്ങളെല്ലാവരും പഠിച്ചോണം. റോമർ 9:5 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്, അവൻ സർവ്വത്തിനും മീതെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? യേശു സർവ്വത്തിനും മീതെ. റോമർ 9:5 ചേർത്ത് പഠിക്കേണ്ട വേറൊരു വാക്യം കൂടെ തരാം. 1 ദിനവൃത്താന്തം 16:25. റോമർ 9:5, 1 ദിനവൃത്താന്തം 16:25. ഈ രണ്ട് വാക്യങ്ങൾ സമന്വയിക്കപ്പെടണം. റോമർ 9:5 പറയുന്നത് അവൻ സർവ്വത്തിനും മീതെ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? സർവ്വത്തിനും മീതെ എന്ന് പറഞ്ഞാൽ അതിനൊരു വെളിപ്പാട് തരികയാണ്. സർവ്വദേവന്മാർക്കും മീതെ,
സർവ്വദേവന്മാർക്കും മീതെ അവൻ ഭയപ്പെടുവാൻ യോഗ്യനായവൻ. യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഔന്നത്യം അതാണ്. ഒരൊറ്റ ദേവനും ദേവതയും യേശുവിൻ്റെ മീതെ ഇല്ല. അതാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരൊറ്റ ദേവനും നമ്മുടെ കർത്താവിന് മീതെയില്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പിന്നെന്തിനാ പേടിക്കുന്നേ? പിന്നെന്തിനാ പരാതി പറയുന്നേ? റോമാലേഖനം 9:5 വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിമാനമാകണം. എന്താണെന്നറിയാമോ? അവിടെ പറയുന്നവൻ സർവത്തിനും മീതെ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും മീതെ, നമ്മുടെ കടഭാരങ്ങൾക്കും മീതെ. ഞാൻ തുറന്നു പറയാം, ശ്രദ്ധിക്കണം ദൈവമക്കൾ, ക്യാൻസറിനും മീതെ, ട്യൂമറിനും മീതെ, നമ്മുടെ ശരീരത്തിന്റെ വൈകല്യങ്ങൾക്കും മീതെ, നമ്മുടെ ഹൃദയത്തിന്റെ വാൽവുകളുടെ ബലക്ഷയങ്ങൾക്കും മീതെ, വാർദ്ധക്യ സഹജമായ ക്ഷീണാവസ്ഥകൾക്കും മീതെ, നിനക്ക് വഴിമുടക്കി നിന്ന് വ്യാപരിക്കുന്ന ദുഷ്ടശക്തിക്കും മീതെ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനെ മഹത്വപ്പെടുത്ത്. യേശു ഒന്നിന് കീഴെയല്ല, യേശു സർവത്തിനും മീതെയാണ്. നാം അവന്റെ ആധിപത്യ വ്യവസ്ഥിതിക്ക് കീഴെയായതുകൊണ്ട് നമ്മുടെ സകല നന്മകളും കർത്താവിന്റെ കയ്യിലാണ്. തീത്തോസ് 2:12 പറയുന്നത് അവൻ മഹാദൈവമാണെന്നാണ്. വെളിപ്പാട് 1:8 പറയുന്നവൻ സർവശക്തിയുള്ള ദൈവമാണെന്നാണ്. യേശുവിന്റെ ദൈവത്വത്തിന്റെ മഹത്വം ഈ നിലകളിൽ ഏറ്റെടുത്ത് പഠിക്കുന്നവർ അയ്യോബത്ത് പറഞ്ഞ് നടക്കേണ്ടതില്ല, പിശാചിനെ പേടിച്ച് നടക്കേണ്ടതില്ല, ആരുടെയെങ്കിലും ഭീഷണിയുടെ മുമ്പിൽ കുഴങ്ങേണ്ടതില്ല. എന്റെ കർത്താവ് സർവത്തിനും മീതെ ദൈവമാണ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിനെ സ്തുതിക്കണം. ഇന്ന് രാത്രി കേട്ട വചനം ഉള്ളിൽ ആരോഗ്യമായി തീരേണ്ടതിന് ബുക്കും പുസ്തകം എല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് അല്പസമയം ഒരുമിച്ച് ആരാധിക്കാനൊന്ന് തയ്യാറായിക്കേ. യേശു മനുഷ്യത്വത്തിൽ തിളക്കമുള്ളവൻ, ദൈവത്വത്തിൽ മഹത്വമുള്ളവൻ. ആ ദൈവം സർവത്തിനും മീതെ ദൈവമാണ്. എല്ലാറ്റിനെയും നിയന്ത്രിച്ച് നിയോഗിക്കുന്നവൻ. എത്രയും വേഗം വാനവിരവിൽ വെളിപ്പെടാൻ പോകുന്നവൻ, നമ്മെ ചേർക്കേണ്ടതിന് വരാൻ പോകുന്നവൻ, സർവത്തെയും കീഴടക്കുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് വെളിപ്പെടാൻ പോകുന്നവൻ. ആ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമത്തെ ജയത്തോടെ സ്തുതിച്ചാട്ടെ, അഭിമാനത്തോടെ. കൊയർ മുൻപോട്ട് വരുന്നു, ഒരു പ്രത്യാശയോടെ വരി ചേർന്ന് പാടി ഒരുമിച്ച് കരങ്ങളെടുത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, ഈ ദൈവമായ കർത്താവിന്റെ കരം ചിലരെ സ്പർശിക്കാൻ പോവുകയാണ്. കൊയർന്ന് സജ്ജമാകട്ടെ. അതുവരെ കേട്ട വചനം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം ഒരുമിച്ച് ആരാധിക്കുക. കൊയർ മുൻപോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് അല്പസമയം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അഭിഷേകത്തിന്റെ ശക്തിയോടെ മുൻപോട്ട് വിടത്തില്ലെന്ന് ബാധിക്കുന്ന പോരുകളെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ജയിക്കുവാനുള്ള കൃപ പ്രാപിച്ചുകൊണ്ട് സർവത്തിനും മീതെ ദൈവമായവൻ ഇന്ന് രാത്രി തന്റെ കരം നമ്മുടെ മേൽ വഹിക്കുകയാണ്. ഹല്ലേലൂയ.